അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ഫ്രീസ് ചെയ്തതായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങൾ ദ്വാരയും അറിഞ്ഞു. എന്താണ് യാഥാർത്ഥ്യം, ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. 4 ഹർജികളാണ് വഖഫ് ബോർഡിനെതിരെ, സംസ്ഥാന വഖഫ് ബോർഡിനെതിരെ ചെന്നിട്ടുള്ളത്. 4 ഹർജികൾ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ചില തെളിവുകളും നേർചിത്രങ്ങളുമാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ, അതായത് MSFൻ്റെ നേതാവ് കൂടിയായ ഒരു വ്യക്തി. അദ്ദേഹമാണ് ആദ്യം വഖഫ് ബോർഡിനെതിരെ ഹർജി നൽകിയത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പരാതി? 4 ആളുകൾ, വഖഫ് ബോർഡിലുള്ള 4 ആളുകൾ യോഗ്യരല്ല, ഉമർ ഫൈസി അടക്കമുള്ള 4 ആളുകൾ അതിന് യോഗ്യരല്ല എന്നതാണ്. അത് കോടതി തള്ളുകയുണ്ടായി. പിന്നാലെ വരുന്നത് 3 ഹർജികളാണ്. ശ്രദ്ധിക്കണം, ഇത് തള്ളിയതിന് ശേഷം പിന്നാലെ വരുന്നത് 3 ഹർജികൾ. ഒന്ന് ഒരു ഷിയക്കാരൻ്റെതാണ്. അയാൾ കൊച്ചി താമസക്കാരനാണ്, കാശ്മീരിയാണ്. എന്തായാലും ഷിയ പ്രാതിനിധ്യം ഇല്ല എന്നതാണ് അയാൾ ഉന്നയിച്ചിട്ടുള്ളത്. കാര്യം ശരിയാണ്, ഷിയ പ്രാതിനിധ്യം ഇല്ല. പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് ഷിയയെ വേർതിരിക്കുക, സുന്നിയെ വേർതിരിക്കുക? അതിനുള്ള ഒരു അതോറിറ്റി നിലവിൽ കേരളത്തിലില്ല. അയാൾ സുന്നിയായാൽ അല്ലെങ്കിൽ സുന്നിയായ ഒരാളെ എടുത്ത് അയാൾ പിന്നീട് ഷിയയായാൽ ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം കേരളത്തിലില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ വരുന്നത് ഷോൺ ജോർജിൻ്റെ ഹർജിയാണ്. ആരാണ് ഷോൺ ജോർജ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഷോൺ ജോർജിൻ്റെ ഹർജി എന്താണ്? ഷോൺ ജോർജിൻ്റെ ഹർജി, വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രാതിനിധ്യമില്ല. ഈ അടുത്തു വന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അമുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വേണം. അതിനെതിരെയാണ് നമ്മുടെ ലീഗ് അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തതും കോഴിക്കോട് വലിയ റാലി സംഘടിപ്പിച്ചതും വലിയ സമ്മേളനം സംഘടിപ്പിച്ചതും. ഓർക്കണം, ഇതേ കാര്യത്തെ എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തത്. എന്നാൽ ആ നിയമം നടപ്പിലാക്കപ്പെട്ടപ്പോൾ അത് ഇവിടെ പ്രാവർത്തികമാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് ഹർജി കൊടുക്കുന്നത്. 4ാമത്തെ ഹർജി ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസയുടേതാണ്. അപ്പോൾ 4 വ്യക്തികളെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഒന്നാമത്തത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF നേതാവിൻ്റേതാണ്. 2ാമത്തത് ഷിയ വ്യക്തിയുടേതാണ്. 3ാമത്തത് BJP നേതാവ് ഷോൺ ജോർജിൻ്റേതാണ്. 4ാമത്തത് കാസയുടേതാണ്. ഇവർക്കാർക്കും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഹർജി നൽകാനോ അല്ലെങ്കിൽ അതിൽ കയറി ഇടപെടാനുള്ള യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല. ഈ വ്യക്തികളൊക്കെ പരിശോധിച്ചാൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാര്യത്തിൽ ഇടപെടേണ്ടതുമായ യാതൊരു ആവശ്യവുമില്ലാത്ത ആളുകളാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ ആദ്യമായി അതിനെ സ്വാഗതം ചെയ്തത് ക്രിസ്ത്യൻ സംഘടനകളായ കാസയും മറ്റുമാണ്, BJP അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് ബോർഡിനെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ നമുക്കിവിടെ വഖഫ് ബോർഡിന് ശത്രുപക്ഷത്തുണ്ടായിരുന്നത് ക്രിസ്ത്യൻ തീവ്ര സംഘടനയായ കാസയായിരുന്നു, BJPയും ആയിരുന്നു. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ വാദം പറയാൻ വേണ്ടി സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ജോജോ ബാബു എന്ന് പറയുന്ന വ്യക്തി ഹാജരാവുകയും ഈ കാസയും BJPയും ഒക്കെ പറയുന്നത് ശരിയാണ്, അത് നിയമാനുസൃതമല്ല, അതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കും അതുപോലെ തന്നെ ഈ കാസക്കുമൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഈ ജോജോ ബാബു ആരാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ആരായിരുന്നു ജോജോ ബാബു? അദ്ദേഹത്തിൻ്റെ നിയമനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളുടെ ചൂടാറിയിട്ടില്ല. കൃത്യമായൊരു സംഖ്യാനുഭാവിയാണ് അദ്ദേഹം എന്നതിൻ്റെ വിവാദം ഉള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിലും മറ്റുമൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുന്നത്. നോക്കണം നിങ്ങൾ. അപ്പോൾ ഇവിടെ 4 ഭാഗത്തു നിന്നും വഖഫ് ബോർഡിനെ കൂട്ടമായി ആക്രമിക്കുമ്പോൾ ഇതിൻ്റെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത്? എവിടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെവിടെ? അവർ ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുകയാണ്. സമരങ്ങളില്ല, പ്രക്ഷോഭങ്ങളില്ല, മുസ്ലിം സംഘടനകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളില്ല. നോക്ക് നിങ്ങൾ, ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, പക്ഷേ സംഘടിതമായിട്ട് സംഘടനകൾ ഇടപെടുന്നില്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ചില്ലറ കളിയല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി വഖഫ് ബോർഡിനെ
എതിരെ പ്രവർത്തിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് അന്നം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ വഖഫ് ബോർഡ് ഒരു കാര്യം ചെയ്തിരുന്നു. മുനമ്പം വഖഫ് ഭൂമി അത് ഉമ്മീദ് പോർട്ടറിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഈ മുനമ്പം ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തത് ഇതിനു മുമ്പുള്ള UDF കാലത്തുള്ള വഖഫ് ബോർഡാണ്. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡാണ് മുനമ്പം ഭൂമി വഖഫായി രജിസ്റ്റർ ചെയ്തത്. ആ വഖഫായ ഭൂമിയെ, ഏതൊരു വഖഫായ ഭൂമിയെയും അത് ഉമ്മീദ് പോർട്ടറിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ സ്വാഭാവികമായ നടപടിയാണ്. വഖഫ് ബോർഡ് അത് ചെയ്യേണ്ടതാണ്. അതിനെതിരെയാണ് ഈ പുകിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പകവീട്ടലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനോട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് നമ്മൾ കേട്ടല്ലോ. ഈ സ്വാഭാവികമായ നടപടി, അതായത് വഖഫ് ബോർഡ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഈ കാര്യത്തെ, വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്തമായ ഈ കാര്യത്തെ കുറിച്ച് VD സതീശൻ പറഞ്ഞത് LDF സർക്കാർ ഞങ്ങൾക്കൊരു പണി തന്നു എന്നാണ്. നിങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഇത് വഖഫല്ല എന്ന് തറപ്പിച്ച് പറയുന്നു. ആധാരത്തിൽ കൃത്യമായി വഖഫ് എന്ന് രേഖപ്പെടുത്തിയത് KM ഷാജി ഞങ്ങളുടെ നിലപാട് വഖഫാണ് എന്ന് കൃത്യമായി പറഞ്ഞത്. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന VD സതീശന്റെ പ്രസ്താവന തള്ളി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായം ലീഗിനില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ഷാജി പറഞ്ഞു. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് പോയി എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വഖഫാണ്, മുനമ്പം ഭൂമി വഖഫാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞത്. മുസ്ലിം സംഘടനകൾ ഇത് വഖഫാണ് എന്ന് ആധാരം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്. ഇതാണ് മുനമ്പം വഖഫിൻ്റെ ആധാരം. ഈ ആധാരമാണ് പറയേണ്ടത് അത് വഖഫാണോ അല്ലയോ എന്ന്. സംഘടനകളല്ല, വ്യക്തികളല്ല. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഖാൻ ബഹദൂർ K ഉണ്ണിക്കമ്മു സാഹിബിന് എഴുതി കൊടുത്ത വഖഫ് ആധാരം എന്നതിൽ പറയുന്നുണ്ട്. സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത വഖഫ് ആധാരം ഇതാ കാണുന്നു. ഇതിൽ കാണുന്നത് വഖഫ് ആധാരം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാൻ ഒരാശങ്കയും വേണ്ട. അത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഈ ഭൂമി ഉമ്മീദ് പോർട്ടറിൽ രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിന് എന്ത് ചെയ്യണം? ഈ വഖഫ് ബോർഡിനെ ഫ്രീസ് ചെയ്ത് ഇതിൻ്റെ അധികാരം ഗവൺമെൻറ് പിടിച്ചെടുത്ത് ഇവരെ പിരിച്ചുവിട്ട് പുതിയ ഒരു വഖഫ് ബോർഡിനെ നിയമിക്കണം. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇത് ഗൂഢലക്ഷ്യമാണ്. ഉമർ ഫൈസി പറഞ്ഞതുപോലെ ഈ സർക്കാരും ഹർജിക്കാരും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. ഇത് ഈ വഖഫ് സ്വത്തുക്കളെ നശിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ്. തീർച്ചയായിട്ടും ഇത് ഒരു സമുദായത്തിൻ്റെ അവകാശത്തിൽ കൈയിട്ട് വാരുന്ന സർക്കാരിൻ്റെ വളരെ വൃത്തികെട്ട ഏർപ്പാടാണ്. ഇത് തുറന്നു പറയാൻ മതസംഘടനകൾ രംഗത്ത് വരണം. ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇതിനെതിരെ സമര പ്രഖ്യാപനങ്ങളുമായിട്ട് സമസ്തയടക്കമുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിക്കൊണ്ട് രംഗത്ത് വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.